അതിഥിയിലേക്ക് പോകുകയാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജയശങ്കർ, ഇപ്പോൾ ഈ KSRTCയിലെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ തൊഴിലാളി വിഭാഗ നേതാക്കൾ സംസാരിച്ചത്. പക്ഷേ അതിനേക്കാളും ഉപരിയായി ഇടതു മുന്നണിയിൽ ഇതൊരു തലവേദനയായി മാറുകയാണ്. ആന്റണി രാജുവും KB ഗണേഷ് കുമാറും മുഖാമുഖം ഏറ്റുമുട്ടുകയാണ്. പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. ഗണേശ് തെളിയിക്കട്ടെ, ഗണേശ് കാണിക്കട്ടെ എന്ന് ആന്റണി രാജു, പക്വത കാണിക്കണമെന്ന് ആന്റണി രാജു. അതേസമയം ഈ ഒരു നാഥനില്ലാത്ത അവസ്ഥയിൽ എങ്ങനെ നശിക്കാതിരിക്കുമെന്നുള്ള പരാമർശത്തോടു കൂടിയായിരുന്നല്ലോ ഗണേഷ് കുമാറിന്റെ മന്ത്രി കസേരയിലേക്കുള്ള വരവ് തന്നെ. അപ്പോൾ ഇടതുമുന്നണി ഇവരുടെ ഈ വാക്പോര് എത്തരത്തിൽ കൈകാര്യം ചെയ്യുമെന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, ഇവർ രണ്ടുപേരും ഒരു MLA മാത്രമുള്ള പാർട്ടിയുടെ പ്രതിനിധികളാണ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ പ്രബലമായ രാഷ്ട്രീയ ശക്തികളൊന്നും ഈ രണ്ടുപേരും ഇങ്ങനെ ഇടതുമുന്നണിയിൽ അംഗത്വം നേടിയിട്ടും അധികം നാളായിട്ടില്ല. ഇത് അംഗത്വം നേടാനിടയായ സാഹചര്യങ്ങളൊക്കെ സവിശേഷതയാർന്നതാണ്. ഒരാൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലായിരുന്നു, പിന്നീട് അവിടുന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് വഴിക്ക് LDFൽ വന്നതാണ്. മറ്റേ ആൾ കേരള കോൺഗ്രസ് B എന്ന് പറഞ്ഞ ഏത് കാലത്തും ഒരു കോൺഗ്രസ് ഉപഗ്രഹമായി പ്രവർത്തിച്ചിരുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ്. അദ്ദേഹം ഒരു വളരെ സവിശേഷമായ സാഹചര്യത്തിലാണ് മുന്നണിയിലെത്തിയത്, ഇപ്പം മന്ത്രിസ്ഥാനത്തെത്തിയത്. ഒരു കാര്യം വളരെ സ്പഷ്ടമാണ്, ഗതാഗത വകുപ്പ് അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ഒരു ഉത്തരങ്ങായി മാറിയിട്ട് വളരെ കാലമായി. അതിപ്പോ ആന്റണി രാജു മന്ത്രിയാകുന്നതിന് മുമ്പും അതുപോലെ തന്നെയായിരുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും തലവേദന ഉണ്ടാക്കിയ ഒരു വകുപ്പ് ഗതാഗതമായിരുന്നു. അന്ന് ഗതാഗത മന്ത്രിയായിരുന്ന ശശീന്ദ്രന് അതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാണ്ടായിരുന്നില്ല. അവിടെ KSRTC MD ആയിരുന്ന ടോമിൻ തച്ചങ്കരി പിന്നെ മുഖ്യമന്ത്രിയൊക്കെ ചേർന്നാണ് ആ വകുപ്പ് ഭരിച്ചിരുന്നത്. ഈ വകുപ്പ് മൊത്തത്തിൽ കുത്തഴിഞ്ഞ അവസ്ഥയിലാണ്. അല്ല, വകുപ്പിന്റെ പ്രശ്നത്തിനേക്കാൾ ഉപരി ശ്രീ ജയശങ്കർ, ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്നത് LDFനൊന്ന് ഇടപെട്ടുകൂടെ? ഈ പരസ്യമായിട്ട് ഒരു മുൻ മന്ത്രിയും ഇപ്പോൾ അതേ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയും ഏറ്റുമുട്ടുമ്പോൾ അതിൽ LDF ഇടപെടേണ്ട സമയമായില്ലേ? അല്ല, അത് തീർച്ചയായിട്ടും ഒരിക്കലും ആരോഗ്യകരമായിട്ടുള്ള ഒരു കാര്യമല്ല. മുൻ മന്ത്രിക്ക് എന്തൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ മന്ത്രി അദ്ദേഹത്തെ ഇപ്പോൾ മുറിപ്പെടുത്തി സംസാരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. അതുപോലെ മുൻ മന്ത്രിയാണെങ്കിലും നിലവിലുള്ള മന്ത്രിയെ കുറ്റപ്പെടുത്തിയോ പരിഹസിച്ചോ അല്ലെങ്കിൽ എനിക്ക് സീനിയോറിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞോ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് ഒരു ദുശകുനം സൃഷ്ടിക്കേണ്ട കാര്യവുമില്ല. അതൊക്കെ തീർച്ചയായിട്ടും പക്വതയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ഒരിക്കലും ചെയ്യേണ്ട കാര്യമല്ല. പക്ഷെ ഗതാഗത വകുപ്പിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ വലിയ അഴിമതിയാണ്, കെടുകാര്യസ്ഥതയാണ്, മൊത്തം നാദല്ല കളരിയായി മാറി എന്നുള്ളത് സത്യമാണ്. മുൻ സമയത്ത് ആദ്യഘട്ടത്തിൽ ഈ ആന്റണി മന്ത്രിസഭയിൽ ഇരുന്നപ്പോൾ ഗണേഷ് കുമാർ അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു വകുപ്പല്ലേ? അപ്പോൾ ചെറിയൊരു പ്രതീക്ഷ വെച്ചുകൂടെ? അല്ല, തീർച്ചയായിട്ടും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഗണേഷ് കുമാർ നേരത്തെ ഈ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് അറിയാം ഗതാഗത വകുപ്പിലുള്ള പരാധീനതകളെ തെക്കിന്. KSRTC മാത്രമല്ലോ ഗതാഗത വകുപ്പ്. KSRTC അതിന്റെ ഒരു ഭാഗം മാത്രമാണ്, നമ്മൾ നേരിട്ട് കാണുന്ന ഭാഗമാണ്. അത് കൂടാതെ ഈ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ തലത്തിൽ അല്ലെങ്കിൽ ജോയിന്റ് RTOമാരുടെ തലത്തിൽ, RTOമാരുടെ തലത്തിലൊക്കെ നടക്കുന്ന അഴിമതി എത്രയെന്ന് വിചാരിച്ച് കോടാനുകോടി രൂപയുടെ അഴിമതിയാണ് ഓരോ വർഷവും ഈ വകുപ്പിൽ നടക്കുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും അഴിമതി നിറഞ്ഞ ഒരു വകുപ്പാണ് ഗതാഗത വകുപ്പ്. ആരും ആ ഭാഗം ശ്രദ്ധിക്കുന്നില്ല. KSRTC കട്ടപ്പുറത്തായി എന്നുള്ളത് വേറൊരു വശമാണ്. അത് മാത്രമല്ല, അപ്പൊ ഈ RTOമാരുടെ, ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർമാരുടെ അല്ലെങ്കിൽ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ ഒക്കെ അഴിമതി എന്ന് പറഞ്ഞാൽ ഭയാനകമാണ്. ഇവർ ജോലി ചെയ്യാതെ ശമ്പളം മേടിക്കുന്നവരാണ് അധികം പേരും. ഇവരാരും ഫീൽഡിൽ പോകുന്നില്ല, വാഹന പരിശോധന നടത്തുന്നില്ല. എല്ലാവരും ഓഫീസിൽ കറങ്ങുന്ന പങ്കയുടെ കീഴിലിരുന്ന് ജോലി ചെയ്യാം എന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരാണ്. റോഡ് ആക്സിഡന്റുകൾ പെരുകയാണ് കേരളത്തിൽ. അതെന്തുകൊണ്ടാ? ഇവരുടെ ജോലി ഫലപ്രദമായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ്, വാഹന പരിശോധന നടത്താത്തതുകൊണ്ടാണ്, ഓവർ സ്പീഡ് നിയന്ത്രിക്കാത്തതുകൊണ്ടാണ്. ഇതൊന്നും ഒരു പരിശോധന നടത്തുന്നില്ല. ഈ വെഹിക്കിൾ ഇൻസ്പെക്ടർമാര് ഓഫീസിലിരുന്ന് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരാണ്. അവർ റോഡിൽ പോയി ജോലി ചെയ്യാൻ താല്പര്യമില്ല. അവർ എന്ത് ജോലിക്കാണ് വച്ചിട്ടുള്ളത് ആ കാര്യം അവർ ചെയ്യുന്നില്ല. പിന്നെ റോഡ് സേഫ്റ്റി കമ്മീഷണർ എന്ന് പറഞ്ഞൊരു വിദ്വാനുണ്ട്, അദ്ദേഹത്തിന് ഒരു അധികാരം കൊടുത്തിട്ടില്ല. ആ അധികാരം കൊണ്ട് കൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ കൊടുത്തിരിക്കുക. അപ്പൊ റോഡ് സേഫ്റ്റിയെ സംബന്ധിച്ചുള്ള എല്ലാ നിയമങ്ങളും ഇവിടെ കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. അത് ആന്റണി രാജുവിന്റെ സമയത്തല്ല, അതിന് മുമ്പ് തന്നെ അങ്ങനെയാണ്. അപ്പൊ ആദ്യം അധ്യാപക അഴിമതിയിൽ മുങ്ങിയ കെടുകാര്യസ്ഥത കൊണ്ട് നിറം കെട്ട ഒരു വകുപ്പാണ് ഗതാഗത വകുപ്പ്. KSRTC ലാഭത്തിലാക്കാറൊന്നും ഗണേഷ് കുമാറിന് പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ വ്യാമോഹമാണ്, ആരും വിചാരിച്ചാൽ നടക്കില്ല. പക്ഷേ ഗതാഗത വകുപ്പിലെ അഴിമതി നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, അതിൽ കെടുകാര്യസ്ഥത കുറച്ചെങ്കിലും പരിഹരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അദ്ദേഹം മഹാനായ ഒരു ഭരണാധികാരിയായിട്ട് ഈ നാട്ടിൽ വാഴ്ത്തപ്പെടും. ശരി, വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ. എന്താണെങ്കിലും